2024 ഓഗസ്റ്റ് 19 അതായത് ഇന്ന് ലോകം ചന്ദ്രവിസ്മയത്തിന് സാക്ഷ്യം വഹിക്കും. ഇന്ന് വരാനിരിക്കുന്ന ഫുൾ മൂൺ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ആയിരിക്കുമെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ശാസ്ത്ര കുതുകികളെ അറിയിച്ചു. ഇന്ന് രാത്രി ആകാശം തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്ന പ്രതിഭാസം കാണാൻ സാധിക്കും. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം 11:56 ഈ പ്രതിഭാസം ആകാശത്ത് തെളിയുക. 3 ദിവസത്തോളം സൂപ്പർ മൂൺ ആകാശത്തുണ്ടാകും. നാസ കണക്ക് കൂട്ടുന്നത് പ്രകാരം പൂർണ്ണചന്ദ്രനാണ് സൂപ്പർ മൂൺ. പ്രത്യേകത എന്തെന്നാൽ ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനാണിത്. ഒരു ഋതുവിലെ 3ാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നത്. 2 പൗർണമികളുള്ള മാസത്തിലെ 2ാം പൗർണമിയെയും ബ്ലൂ മൂൺ എന്ന് വിളിക്കാറുണ്ട്. ഇത്തവണ 3ാമത്തെ പൂർണ്ണചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്നതിനാലാണ് സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ദീർഘവൃത്താകൃതിയിൽ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രന്റെ വലിപ്പം ഭൂമിയിലുള്ളവർക്ക് പലതായാണ് അനുഭവപ്പെടുക. ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ വളരെ വലിപ്പം അനുഭവപ്പെടും. സൂപ്പർ മൂൺ സമയങ്ങളിൽ ചന്ദ്രൻ അസാധാരണമാം വിധം ഭൂമിക്കടുത്തെത്തും. സാധാരണ പൗർണമിയേക്കാൾ വളരെ വലിപ്പം ഇപ്പോൾ ചന്ദ്രനുണ്ടാകും. 8% അധികം വലിപ്പം ചന്ദ്രനുണ്ടാകാം. പ്രകാശവും കൂടുതലായിരിക്കും. 16% കൂടിയ പ്രകാശം ചന്ദ്രനുണ്ടാകും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ പ്രതിഭാസം കാണാൻ കഴിയുമെങ്കിലും ടെലിസ്കോപ്പോ ബൈനോക്കുലറോ ഉപയോഗിച്ചാൽ കുറെ കൂടി വിശദമായി കാണാനാകും, മനസ്സിലാക്കാനും സാധിക്കും. വാന നിരീക്ഷണ വിദഗ്ധർക്കൊപ്പം ഈ കാഴ്ച കാണാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഭൂമിയുമായി അകന്നു നിൽക്കുന്ന സമയങ്ങളിൽ 4 ലക്ഷം കിലോമീറ്റർ വരെ അകൽച്ചയുണ്ടാകും ഇരുഗ്രഹങ്ങളും തമ്മിൽ. എന്നാൽ സൂപ്പർ മൂൺ സമയത്ത് 3.5 ലക്ഷം കിലോമീറ്റർ ആയിരിക്കും അകലം. ഇന്നത്തെ ബ്ലൂ മൂൺ ഭൂമിയിൽ നിന്ന് 3,61,970 കിലോമീറ്റർ അകലെയായിരിക്കും. നവംബറിലെ സൂപ്പർ മൂൺ ഭൂമിയിൽ നിന്ന് 3,61,867 കിലോമീറ്റർ അകലം കാണും. ഇത്തവണ ഏറ്റവും അടുത്തു വരുന്ന ഒക്ടോബറിലെ സൂപ്പർ മൂൺ 3,57,364 കിലോമീറ്റർ അകലെയാണ് പ്രത്യക്ഷമാവുക. ഈ വ്യത്യാസങ്ങൾ പക്ഷേ സാധാരണ ഒരു കാഴ്ചക്കാരന് വലിയ വ്യത്യാസമായി അനുഭവപ്പെടണമെന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ഇത് തിരിച്ചറിയാൻ സ്ഥിരമായി ചന്ദ്ര നിരീക്ഷണം നടത്തുന്നവർക്കേ സാധിച്ചു എന്ന് വരും. ഈ വർഷത്തെ ആദ്യ സൂപ്പർ മൂണാണിത്. ഇനി സെപ്റ്റംബർ 17, ഒക്ടോബർ 17, നവംബർ 15 എന്നീ ദിവസങ്ങളിലും സൂപ്പർ മൂൺ പ്രതിഭാസം കാണാനാകും. ഒക്ടോബറിലെ സൂപ്പർ മൂൺ ഭൂമിക്ക് ഏറ്റവും അടുത്തായിരിക്കും. ഇക്കാരണത്താൽ വലിപ്പവും കൂടുതലായിരിക്കും. സെപ്റ്റംബറിൽ ബ്ലൂ മൂണിനൊപ്പം ഭാഗിക ചന്ദ്രഗ്രഹണവും ഉണ്ടാകാം. ഈ ചന്ദ്രഗ്രഹണം അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിലാണ് ദൃശ്യമാവുക. ചന്ദ്രൻ ഭൂമിക്ക് അടുത്തു വരുന്നതിനാൽ പതിവിലും വലിപ്പത്തിലായിരിക്കും ഈ ദിവസങ്ങളിൽ കാണപ്പെടുക. 2-3 വർഷത്തിലൊരിക്കൽ ബ്ലൂ മൂൺ സംഭവിക്കാറുണ്ടെങ്കിലും സൂപ്പർ മൂണും ബ്ലൂ മൂണും ഒരുമിച്ചെത്തുന്നത് 2 പതിറ്റാണ്ടുകളിൽ ഒരിക്കലാണ്. 2 തരം ബ്ലൂ മൂണുകളുണ്ട്. ഇതിന് നീല നിറമായി യാതൊരു ബന്ധവുമില്ല. 4 ഹാഫ് മൂണുകളുള്ള ഒരു സീസണിലെ 3ാമത്തെ ഫുൾ മൂണിനെ സാധാരണയായി ബ്ലൂ മൂൺ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫുൾ മൂണാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഒരു കലണ്ടർ മാസത്തിനിടെ ദൃശ്യമാകുന്ന 2ാമത്തെ ഫുൾ മൂണും അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ എന്ന് തന്നെയാണ്. 1528 ആദ്യ ബ്ലൂ മൂൺ രേഖപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത്. 1940കളിലാണ് മാസത്തിലെ 2ാം ഫുൾ മൂണിനെ ബ്ലൂ മൂൺ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഓഗസ്റ്റ് 19 വരാനിരിക്കുന്ന സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ലോകമെമ്പാടും ദൃശ്യമാകും. ഈസ്റ്റേൺ ടൈം അനുസരിച്ച് ഓഗസ്റ്റ് 19 അതായത് ഇന്ന് 2:26 PM ഫുൾ മൂൺ ദൃശ്യമാവുക. അന്ന് ഇന്ത്യൻ സമയം രാത്രി 11:56 ഫുൾ മൂൺ കണ്ടു തുടങ്ങുക. ഈ ആകാശ കാഴ്ച 3 ദിവസം തുടരും. വരാനിരിക്കുന്ന ഫുൾ മൂൺ സൂപ്പർ മൂൺ ആണിത്. ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോൾ 1979 ചന്ദ്രൻ ഭൂമിയുടെ 90% അടുത്തെത്തുന്നതിന് സൂപ്പർ മൂൺ എന്ന് പേര് നൽകിയത്. ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാലാണ് ഇത് പൂർണ്ണതയിൽ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ കഴിയുന്നത്. ഈ വർഷം വരാനിരിക്കുന്ന 4 സൂപ്പർ മൂണുകളിൽ ആദ്യത്തേതാണ് ഇന്ന് തെളിയുക. സെപ്റ്റംബറിലും ഒക്ടോബറിലും സൂപ്പർ മൂണുകൾ വരാൻ ഇനിയുമുണ്ട്. ഓഗസ്റ്റ് 19 സൂപ്പർ മൂൺ എന്നത് ബ്ലൂ മൂൺ കൂടിയാണ്. സൂപ്പർ മൂണുകൾ ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ ചന്ദ്രന്റെ കൂടുതൽ വലിപ്പവും വെളിച്ചവും കൊണ്ടാണ് ശ്രദ്ധേയമാവുന്നത്. 30% അധികം ബ്രൈറ്റ്നസും 14% അധിക വലിപ്പവും സൂപ്പർ മൂൺ ദിനത്തിൽ ചന്ദ്രനുണ്ടാകും.